ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ ചൂടേറിയ പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളിലൊന്നാണ് തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ. ബി.ജെ.പി. തമിഴ്നാട് സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമലയും DMK-യുടെ ഗണപതി പി രാജ്കുമാറും AIADMK-യുടെ സിംഗൈ രാമചന്ദ്രനും തമ്മിലാണ് കോയമ്പത്തൂരിലെ പോരാട്ടം. ബി.ജെ.പി. തമിഴ്നാട്ടിൽ പ്രതീക്ഷ വയ്ക്കുന്ന A ക്ലാസ് മണ്ഡലമാണ് കോയമ്പത്തൂർ. നേതൃത്വത്തിലെ പൊട്ടിത്തെറിയും തിരഞ്ഞെടുപ്പുകളിലേറ്റ കനത്ത തോൽവികളും കാരണം ഉലഞ്ഞു നിൽക്കുന്ന AIADMK-യുടെ വോട്ടുകൾ തങ്ങൾക്ക് അനുകൂലമായി മാറ്റാനുള്ള ശ്രമങ്ങളാണ് BJP-യുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. തമിഴ്നാട് രാഷ്ട്രീയത്തിൽ എന്നും DMK-യെ പ്രതിരോധത്തിലാക്കുന്ന മേഖലയാണ് കൊങ്കുനാട് പ്രദേശം. 2021 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പടിഞ്ഞാറൻ പ്രദേശമായ കൊങ്കുനാട് മേഖലയിൽ ആകെയുള്ള 50 മണ്ഡലങ്ങളിൽ 36 എണ്ണവും AIADMK സഖ്യത്തിനായിരുന്നു. കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ED അറസ്റ്റ് ചെയ്ത മന്ത്രി സെന്തിൽ ബാലാജി ഈ മേഖലയിൽ DMK-യുടെ പ്രധാന മുഖമായിരുന്നു. പ്രബലരായ പ്രാദേശിക നേതൃത്വമില്ലാത്തതിന്റെ പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞെന്ന സമാധാനത്തിലിരിക്കെയാണ് സെന്തിലിനെ വീഴ്ത്തി BJP സ്റ്റാലിന് പണികൊടുത്തത്. സെന്തിൽ ബാലാജി ശക്തനായി നിലകൊള്ളുന്നിടത്തോളം കാലം അണ്ണാമലയ്ക്ക് കൊങ്കുനാട്ടിൽ കാലുറപ്പിക്കാൻ സാധിക്കില്ലെന്ന ചിന്ത BJP-ക്കുണ്ടായിരുന്നു. ഇടതുപക്ഷത്തിന് ശക്തമായ വേരോട്ടമുള്ള ഭൂമികയാണ് കോയമ്പത്തൂർ. ഇരു കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും മാറി മാറി ജയിച്ച മണ്ഡലം. ഇടതു പാർട്ടികൾക്ക് ഇപ്പോഴും കോയമ്പത്തൂരിൽ ശക്തമായ വോട്ട് ബാങ്കും കേഡർ സംവിധാനവുമുണ്ട്. നിലവിൽ ഇന്ത്യ സഖ്യത്തിനൊപ്പം നിൽക്കുന്ന കമൽഹാസന് കോയമ്പത്തൂർ മണ്ഡലത്തിൽ കണ്ണുണ്ടായിരുന്നു. എന്നാൽ കോയമ്പത്തൂർ വിട്ടു നൽകാനാവില്ലെന്നും സീറ്റ് തങ്ങൾ ഏറ്റെടുക്കുകയാണെന്നും DMK വ്യക്തമാക്കി. ഇത്തവണ കോയമ്പത്തൂർ ലോക്സഭാ സീറ്റിനു വേണ്ടി തുടക്കം മുതൽ തന്നെ കമൽ രംഗത്തുണ്ടായിരുന്നു. കൊങ്കുനാട് മേഖലയിൽ ഗൗണ്ടർ വിഭാഗത്തിനാണ് ശക്തി കൂടുതൽ. BJP സ്ഥാനാർത്ഥി അണ്ണാമലൈ ഈ വിഭാഗത്തിൽ നിന്നാണ്. കോയമ്പത്തൂരിൽ ജയിക്കുക എന്നത് BJP-യുടെ ദീർഘകാല കൊങ്കുനാട് പദ്ധതിയുടെ ഭാഗമാണ്. വർഗീയ ധ്രുവീകരണം കൃത്യമായി നടന്ന മണ്ഡലമാണ് കോയമ്പത്തൂർ. ദ്രാവിഡ പാർട്ടികളുടെ സഹായമില്ലാതെ BJP കോയമ്പത്തൂരിൽ തനിച്ച് ജയിച്ചിട്ടില്ല. നഗര കേന്ദ്രീകൃതമായ മധ്യവർത്തി വോട്ടുകൾ കൂട്ടത്തോടെ BJP-യിലേക്ക് മാറിയിട്ടുണ്ടെന്നാണ് വിലയിരുത്തൽ. അണ്ണാമലയെ പോലെ സിവിൽ സർവീസ് ഉപേക്ഷിച്ച് കളത്തിലിറങ്ങിയ നേതാവിനൊപ്പം ഈ മധ്യവർത്തി വോട്ടർമാർ അണിചേരുമെന്നാണ് BJP-യുടെ കണക്കുകൂട്ടൽ.